പ്രിയമുള്ളവരെ, എല്ലാവർക്കും കരാട്ടെക്കാരൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ തേവലക്കര മുളയ്ക്കൽ ബിൽഡിങ്ങിൽ വെച്ച് നടക്കുന്ന ഷിട്ടോറി കരാട്ടെ ഡു ഇന്റർനാഷണൽ ചാമ്പ്യൻസ് കരാട്ടെ അക്കാഡമിയുടെ വൈറ്റ് ടു യെല്ലോ ബെൽറ്റിൻ്റെ ഗ്രേഡിംഗ് എക്സാമിനേഷൻ്റെ വീഡിയോസാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേർക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ തേവലക്കര മുളയ്ക്കൽ ബിൽഡിങ്ങിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഷിട്ടോറി കരാട്ടെ ഡു ഇന്റർനാഷണൽ ചാമ്പ്യൻസ് കരാട്ടെ അക്കാഡമിയുടെ ഹോംബു ഡോജോ. അപ്പോൾ നമ്മൾ 9 മണിക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ 10 മണിക്കാണ് ഗ്രേഡിംഗ് എക്സാമിനേഷൻ. 9:30 തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഇവരുടെ എല്ലാം ഒരു പ്രവേശന കവാടമാണ്. കരാട്ടയിലെ ഒരു ആദ്യത്തെ ചുവടുവെപ്പാണ് ഈ വൈറ്റ് ടു യെല്ലോ എന്നുള്ള ഗ്രേഡിംഗ് എക്സാമിനേഷൻ. അപ്പോൾ ഈ എക്സാമിനേഷന് നിങ്ങൾ അവരവരുടെ ഗ്രേഡിംഗ് എക്സാമിനേഷൻ ഫോംസ് ഒക്കെ അതാത് ഇൻസ്ട്രക്ടേഴ്സിന് കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോഴേക്കും നമ്മളുടെ മെയിനായിട്ടുള്ള ചീഫ് ഇൻസ്ട്രക്ടറും എക്സാമിനറുമായിട്ടുള്ള ക്യൂഷ്യസ് അൽകുമാർ മാസ്റ്റർ എത്തിയിരുന്നു. മാസ്റ്റർ നേരെ വന്ന ഉടൻ തന്നെ നേരെ ഡോജോയിലേക്ക് എത്തി ഡ്രസ്സൊക്കെ മാറി നേരെ അവിടെ കുട്ടികൾക്ക് 2 പേർക്ക് ബെൽറ്റൊക്കെ കെട്ടിക്കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ കൗതുകം തോന്നി എന്നെ സംബന്ധിച്ച് മാസ്റ്റർ ഇങ്ങനെ ബെൽറ്റ് കെട്ടിക്കൊടുക്കുന്നത് കണ്ടപ്പോൾ. അങ്ങനെ അനിൽകുമാർ മാസ്റ്റർ നേരെ ക്ലാസ്സിലേക്ക് ഗ്രേഡിംഗ് ആരംഭിക്കുന്നതിനായിട്ട് കടന്നു വന്നു. കുട്ടികൾ അനിൽകുമാർ മാസ്റ്ററിനെ അഭിസംബോധന ചെയ്ത് സ്വീകരിക്കുന്നതാണ് കാണുന്നത്. അതിനുശേഷം ഒന്നും കൂടി കുട്ടികളെയൊക്കെ ഒന്നുകൂടെ പ്രോപ്പറായിട്ട് ലൈനപ്പ് ചെയ്തതിന് ശേഷം ഉടൻ തന്നെ ഗ്രേഡിങ്ങിൻ്റെ ആരംഭഘട്ടത്തിലേക്ക് എത്തി. ഗ്രേഡിംഗ് നമ്മൾ ഈ ജാപ്പനീസ് സ്റ്റൈലിലാണ്. നമ്മൾ സീസക്കമായി ഇരുന്ന് വിഷ് ചെയ്തതിന് ശേഷമാണ് ആദ്യം മെഡിറ്റേഷൻ ചെയ്യുക. അതിനുശേഷം മാസ്റ്റർ വിഷ് ചെയ്ത് പിന്നെ സീനിയോറിറ്റി അനുസരിച്ച് ഓരോ മാസ്റ്റേഴ്സിനെയും വിദ്യാർത്ഥികൾ വിഷ് ചെയ്തതിന് ശേഷമാണ് ഗ്രേഡിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നേരെ ഗ്രേഡിംഗ് എക്സാമിനേഷൻ ആരംഭിച്ചു. കുട്ടികളെ വാമപ്പൊക്കെ ചെയ്യിക്കുന്ന വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. നമ്മളുടെ ഷിട്ടോറി കരാട്ടെ ഡു ഇന്റർനാഷണൽ ചാമ്പ്യൻസ് കരാട്ടെ അക്കാദമിയുടെ കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡോജോകളിൽ നിന്നുമുള്ള കഴിഞ്ഞ 4 മാസ കാലയളവിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇന്ന് ഈ ഗ്രേഡിംഗ് എക്സാമിനേഷനിൽ പങ്കെടുത്തിരിക്കുന്നത്. അങ്ങനെ ഏകദേശം 12:30 ആകാറായപ്പോൾ നമ്മുടെ ഈ ലാസ്റ്റ് സെക്ഷനായിട്ടുള്ള കത്താസൊക്കെ ചെയ്യിപ്പിക്കും. അതിനുശേഷം ഇൻഡിവിജ്വലി ഓരോ വിദ്യാർത്ഥികൾക്കും അരമണിക്കൂർ വീതമുള്ള എക്സാമിനേഷൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റ് അവാർഡിങ്ങും ബെൽറ്റ് അവാർഡിങ്ങും ഉണ്ടായിരുന്നു. ബെൽറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന ഫോട്ടോസും ഇതിൽ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി നമ്മുടെ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യുക.
എല്ലാവർക്കും നമസ്കാരം. ഷിട്ടോറിയോ കരാട്ടെ ഡോ ഇന്റർനാഷണൽ ചാമ്പ്യൻസ് കരാട്ടെ അക്കാഡമിയുടെ നേതൃത്വത്തിൽ വൈറ്റിൽ നിന്നും യെല്ലോയിലേക്കുള്ള ഗ്രേഡിംഗ് ആണ് ഇന്ന് തേവലക്കര ഹോംബോർഡ് ഡോജിൽ നടക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏകദേശം 80ഓളം പാർട്ടിസിപ്പൻസ് ആണ് ഇന്നത്തെ ഗ്രേഡിങ്ങിൽ പങ്കെടുക്കുന്നത്. സീനിയേഴ്സ് ആയിട്ടുള്ള ചീഫ് ഇൻസ്ട്രക്ടേഴ്സും ജൂനിയർ ഇൻസ്ട്രക്ടേഴ്സും ഒക്കെ ഈ ഗ്രേഡിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഗ്രേഡിങ്ങിന്റെ ഒരു വലിയ വിജയത്തിന് കാരണം പേരൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വളരെ വലിയ സപ്പോർട്ടാണ്. അതിനിയും തുടരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഈ ഗ്രേഡിങ്ങിൽ പങ്കെടുത്ത് വിജയിച്ച മുഴുവൻ പാർട്ടിസിപ്പൻസിനും ഈ സ്കൂളിന്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അങ്ങനെ സർട്ടിഫിക്കറ്റും ബെൽറ്റും ലഭിച്ചതിന്റെ സന്തോഷമാണ് ഓരോ കുട്ടികളുടെ മുഖത്ത് കാണുന്നത്. ഓരോ വിദ്യാർത്ഥികൾക്കും അവരവരുടെ ഇൻസ്ട്രക്ടേഴ്സ് തന്നെ അവരവരുടെ ബെൽറ്റുകൾ കെട്ടിക്കൊടുക്കുകയാണ്. അത് വല്ലാത്തൊരു സന്തോഷ നിമിഷമാണ്. അങ്ങനെ അതിനുശേഷം എല്ലാ വിദ്യാർത്ഥികളുടെയും റീഡിംഗ് എക്സാമിനേഷനിൽ വൈറ്റ് ബെൽറ്റ് നിന്ന് യെല്ലോ ബെൽറ്റ് നേടിയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. അപ്പം ഫോട്ടോസൊക്കെ പേരൻസ് എടുക്കുന്നതും ഫോട്ടോസിന് അറേഞ്ച് ചെയ്ത് നിൽക്കുന്നതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഗ്രേഡിംഗ് എക്സാമിനേഷനിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ചാനൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.